എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൂപ്പർ ആൻഡ് മൈ ഡിയർ ജഡ്ജസ്, ഞാൻ ഇത്രേ ഉള്ളൂ. തലതല്ലി തിരിഞ്ഞുപോയി. ഹരിയെ വിളിച്ചോ. ഹരി ഹലോ അസ്സലാമു അലൈക്കും. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് ഡെഡിക്കേഷൻ റൗണ്ട് ആണ്. പാടാൻ വരുന്നത് നമ്മുടെ അഭികുട്ടൻ. സോ ലെറ്റ്സ് വെൽക്കം അഭിനവ്. മിണ്ടാത്തതിന്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തിങ്ങലോ മിണ്ടാത്തതിന്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തിങ്ങലോ കണ്ണീർ കയത്തിനക്കരയൊരത്ത് ദൂരേക്കു ദൂരെ അമ്പിളിക്കൊമ്പത്ത് പൊൻതൂവൽ ചേരുണരാൻ കൊടി പോരുന്നു. മിണ്ടാത്തതിന്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തിങ്ങലോ തേനൊലിയോ തിങ്ങലോ. മായികരാവിൻ മണിമുകിൽ മഞ്ചലിൽ മിന്നിൻ മാറിലേക്കു നീ വരുന്നുവോ. മായികരാവിൻ മണിമുകിൽ മഞ്ചലിൽ മിന്നിൻ മാറിലേക്കിറങ്ങുമെങ്കിൽ മുന്നോടക്കുഴലൂതി ഉണർത്താനാളുണ്ടേ. മഞ്ഞില വീശി വീശി ഉണർത്താനാളുണ്ടേ. മിണ്ടാത്തതിന്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ തേനൊലിയോ തേങ്ങലോ. ഇനിയും മറഞ്ഞു നിൽപ്പതിന്തിനാണു നീ താരണിമേടയിൽ നിറമിഴി നാളമായി. ഇനിയും മറഞ്ഞു നിൽപ്പതിന്തിനാണ് മുക്കിലമേയിന് താമര നൂലിന്റെ കൂട്ടുണ്ടേ. ഇത്തിരിക്കൂട്ടിൽ പൂപ്പട കൂട്ടാനാളുണ്ടേ. മിണ്ടാത്തതിന്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ തേനൊലിയോ തേങ്ങലോ. കണ്ണീർ കയത്തിനക്കര
അബി, എന്തോ അമ്മയായിട്ടല്ലേ വഴക്കിട്ടോ? ഇല്ല. പിന്നെന്താ മിണ്ടാത്തത് എന്തേ കിളിപ്പെണ്ണേന്നൊക്കെ ചോദിച്ച അമ്മ ഇവിടെ കൊണ്ട് നിർത്തിയത്? അല്ല അമ്മയാണോ കിളിപ്പെണ്ണെന്ന് വിളിക്കുന്നത്? അല്ല, ഇത് എന്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തത്. ചേച്ചിക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. അപ്പോ ചേച്ചി ഇവിടെ വന്നിട്ടില്ല. ചേച്ചിക്ക് ഇന്നലെ ഇവിടെ വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇല്ല, ചേച്ചിക്ക് സുഖമില്ലാതായി ഹോസ്പിറ്റലാ, അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയില്ല. ചേച്ചിക്ക് വേണ്ടിയാണ് അഭി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തത്. സൂപ്പർ സൂപ്പർ മോനെ. അതെ, ചേച്ചി എന്താ എത്ര വയസ്സായി, എന്ത് ചെയ്യുന്നു? ചേച്ചി ഹൗസ് വൈഫാ, 25 വയസ്സായി. എവിടാണ്? കൊച്ചിയിലാണോ? അല്ല, ട്രിവാൻഡ്രത്ത്. മോൻ ട്രിവാൻഡ്രാണോ? അമ്മേ, ആളിപ്പോ സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ അല്ലേ? കൂടെ അവൻ്റെ പാട്ട് കാണാൻ വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കൂടെ വരാനിരിക്കുമായിരുന്നു. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി. അത് കാരണം കൊണ്ടുവരാൻ, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അവളെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ വന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അവൾക്ക് പറയാനും കേൾക്കാനും പറ്റില്ല. അപ്പോൾ ഇവൻ്റെ പാട്ട് ടി വിയിൽ സൂപ്പർ സ്റ്റാറിൽ അവൻ്റെ പാട്ടും ബാക്കി എല്ലാവരുടെയും പാട്ട് അവളിരുന്ന് കാണും, ഫുള്ളിരുന്ന് കാണും അവൾ. അവൾക്ക് വേണ്ടിയിട്ട് അവന് ഈ പാട്ട് സെലക്ട് ചെയ്യും. എന്തായാലും നമുക്ക് ചോദിക്കാം പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു. ശരത് സർ. ആ മോനെ, എന്തോ സാർ? ഇതേകാലം മോൻ്റെ ഡെഡിക്കേഷനൊക്കെ ഇഷ്ടമായി. താങ്ക് യു സാർ. മക്കളെ, ഇന്ന് എനിക്ക് തോന്നിയത് മോന് പാടുമ്പോൾ ഈ സംഗതികൾക്കാണെങ്കിൽ അതിനൊരു വല്ലാത്ത ഒരു പിരിമുറുക്കം സംഗതികൾക്കൊക്കെ. എന്ത് പറ്റി? തൊണ്ടയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അടപ്പുണ്ടോ? ചെറിയൊരു അടപ്പുണ്ട്. ഈ ആ തേനൊലിയോ തേങ്ങലോ അതൊന്ന് പാടാമോ? മോന് പല വേരിയേഷൻസ് ഇല്ലേ മോനെ, അതൊന്ന് പാടാമോ? മിണ്ടാത്തതിൻ്റെ കിളിപ്പെണ്ണേ നിന്നുള്ളിൽ തേനൊലിയോ തേങ്ങലോ, തേനൊലിയോ തേങ്ങലോ. അത് കൂടെ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആവാം മോനെ ഇപ്പം പാടുന്നതും. അത് പിന്നെ ഈ ഇപ്പം മോൻ പറയുന്ന ചില വാക്കുകൾ അത് ഒരു ആവശ്യമില്ലാത്ത ഒരു ഓ എന്ന് പറഞ്ഞു. ഇപ്പം ആ ചരണമൊക്കെ വരുമ്പോൾ മോൻ അത് ഒരു ഓ ഇല്ല. ആ നിറമിഴി നാളമോൾ അങ്ങനെ കേൾക്കുക. നാളമോൾ, നോളമോൾ അങ്ങനെ കേൾക്കുക. നാളമായി പറഞ്ഞ മക്കളെ, നാളമായി. അത് പറ്റുമല്ലോ. അപ്പം അത് എനിക്കതാണ് ഒരു പ്രധാനമായിട്ട് ഒരു വല്ലാത്തൊരു ഈ കണ്ണീർ കയത്തിലാണെങ്കിലും അതൊരു ഫ്ലോ ഇല്ലാത്ത പോലെ ആ ഒരു സുഖത്തിൻ്റെ എലിമെൻ്റ് നഷ്ടപ്പെടും മോനെ സ്ട്രെയിൻ വരുമ്പോൾ നമുക്ക് വല്ലാതെ. അതുപോലെ ചരണം, അനുപല്ലവിയും ചരണമൊക്കെ ഒന്ന് പാടാമോ? അത്രയില്ലേ? അത്രയില്ലേ? അതിലൊരു ക്ലാരിറ്റി വരട്ടെ മോനെ. മോന് സുഖമായിട്ട് തോന്നുന്നു? ഞങ്ങൾക്കും അതാ. നിനക്കേ അത് സൂഹിക്കുന്നില്ല, പിന്നെ നമുക്കത് സൂഹിക്കുമോ? അവൻ നമ്മളത് 100% ആയിരിക്കണം. കാര്യം ഈ പാട്ടിൻ്റെ ഒക്കെ ഒരു സുഖം ഏരിയകളാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ മായികരാവൻ. അത് ആ സംഗതിക്കൊരു സുഖമുണ്ട് അല്ലേ? അപ്പം അത് കൃത്യമാവണ്ടേ. വിണ്ണിൻ അതൊന്ന് പാടാമോ? വിണ്ണിൻ മാറിലേക്കു നീ വരും, മാറിലേക്ക് വിണ്ണിൻ മാറിലേക്ക്. അങ്ങനെയാണ് മാറിലേക്ക്. ഒരു സായിപ്പൊക്കെ പാടുന്നോടാ ഫീൽ ചെയ്യുന്നത്. മാറിലേക്ക് എന്നാ കേൾക്കുന്നത്. വിണ്ണിൻ മാറിലേക്കു നീ വരുന്നുവോ. ഇപ്പോഴും ഒരു ചെറിയൊരു അതുപോലെ മോനെ അത് പാടി നിർത്തിയിട്ട് വേണം അടുത്തത്. അവിടെ അത് കേൾക്കുന്നുമില്ല അവസാനത്തെ അക്ഷരമൊന്നും. ട്രൈ ചെയ്യണം കേട്ടോ, നമുക്ക് അങ്ങനത്തെ മാറ്റിയെടുക്കണം. മക്കളെ, ഇതൊക്കെ പറ്റൂടാ. ഇതൊക്കെ പറ്റാതെ അങ്ങനെ ഒരു സംഭവമേ അല്ല. ഈസി ആയിട്ട് പറ്റും. അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ ഇത് ഇത്രയൊക്കെ മതി എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. അല്ല, നമ്മൾ ശ്രദ്ധയോടെ നമുക്കിപ്പോൾ മാ പാടുമ്പോൾ മോ വരുന്നെന്ന് പറഞ്ഞാൽ അത് മാറ്റണം മോനെ. മാങ്ങായ്ക്ക് പറയാൻ മോങ്ങാന്ന് പറഞ്ഞാൽ മതി. അപ്പം അത് മാറ്റണം. പിന്നെ അതൊന്ന് പാടിയിട്ട് ഇത് അടുത്തത് കട്ടാവാതൊന്ന് പാടിക്കാതെ ലൈൻ. വിണ്ണിൻ മാറിലേക്കു നീ വരുന്നുവോ, മായികരാവിൻ മണിമുകിൽ മഞ്ചലിൽ വിണ്ണിൻ മാറിലേക്കിറങ്ങുമെങ്കിൽ. അടുത്ത ലൈൻ പാടൂ. വിണ്ണിൻ മാറിലേക്കിറങ്ങുമെങ്കിൽ പൊന്നോടക്കുഴലൂതി ഉണർത്താനാളുണ്ടേ. മോനെ, അത് പാടി വരുമ്പോഴേ നീ അവിടെ കൊണ്ടങ്ങ് എങ്കിലും ഒന്നും കേൾക്കുന്നില്ല. അവിടെ ശ്വാസം എടുക്കുക. അതൊന്ന് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് പാടണം. ഇപ്പം ഇനി അത് ആളും കൊണ്ടേയും കൂടെ പാടിക്കോ. എന്നെക്കാളും പാടിയ സ്ഥിതിക്ക് പൊന്നോടക്കുഴലൂതി ഉണർത്താനാളുണ്ടേ. ഊതി ഉണർത്താൻ
പൊന്നോടക്കുഴലൂതി ഉണർത്താനാളുണ്ടേ. ഓക്കെ, അത് വെച്ച് ഇപ്പൊ സ്ട്രെയിൻ വെച്ച് ഇത്രയെങ്കിലും പറ്റിച്ചല്ലോ, അത് കുഴപ്പമില്ല. തേനൊലിയോ അതൊന്ന് പാടാമോ? ഇത് കഴിഞ്ഞിട്ട് വരുന്നത് തേനൊലിയോ തേങ്ങലോ തേനൊലിയോ അതാണ് ചോദിക്കുന്നത്. തേനൊലിയോ തേങ്ങലോ. അത് കുറച്ച് സുഖമായിട്ട് പാടിയ തേനൊലി അല്ലേ, അതൊന്ന് സുഖമായിട്ട് പാടിക്കേ. തേനൊലിയോ തേങ്ങലോ. കുറെ ശ്രദ്ധിക്കണം, നല്ല പാട്ടുകാരനാ കുഞ്ഞ്. അപ്പൊ ഇതുപോലെ ഇങ്ങനെയുള്ള ചെറിയ നമ്മളെ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് കറക്റ്റ് ചെയ്തോളാം മക്കളെ, കേട്ടോ. ഓക്കെ ഓക്കെ, നല്ല പാട്ട്. എനിക്ക് ഞാൻ മോൻ പാടുമ്പോഴേ എംജിയാണായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ എന്തൊക്കെയാലും എംജിയാണിന്റെ പാട്ട് എടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ സന്തോഷം. ഇതാരാണ് സംഗീതം? രവീന്ദ്ര മാഷ്. ആഹാ, ലിറിക്സ് കൈതപ്രം സാർ. ഇനി ഇതിൽ കൂടുതൽ എന്താടാ? ആനന്ദ ലബ്ധിക്ക് വേറെ എന്ത് വേണം? ഇനി എല്ലാം ഉണ്ട്. നല്ലൊരു പാട്ട് മോൻ നന്നായിട്ട് തന്നെ പാടി, പക്ഷെ ഇത് കുറേയും കൂടെ നന്നാക്കാടാ, അത്രേ ഉള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഹരിച്ചേട്ടാ, അഭിനവ് ആസ് യൂഷ്വൽ അഭിനവിൻ്റെ ഒരു സേഫ് സോൺ എന്നും പിടിച്ചത്. എനിക്ക് മനസ്സിലായി ഡെഡിക്കേഷൻ ആയിട്ടുള്ളൊരു ഇതാണെന്ന്. എങ്കിലും ഇറ്റ്സ് ഹൈ ടൈം ടു സ്വിച്ച്. അഭിനവ് ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്ത സൈഡിലേക്കൊക്കെ ഒന്ന് പോകാൻ സമയമായി. ഇത് നല്ല ഗംഭീര പാട്ടാണ്, ഒരുപാട് എക്സ്പ്രഷൻസ് വേണ്ടൊരു പാട്ടാണ്. അപ്പോൾ എക്സ്പ്രഷൻസ് ഒക്കെ മിസ് ചെയ്തു. എസ്പെഷ്യലി ഇതിൻ്റെ അനുപല്ലവി ഭയങ്കര താനന താനനേ തനനേ താനന താനന ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ. ആ ഒരു കോൺവെർസേഷൻ ഇല്ലായിരുന്നു. അഭിനവിന് വർക്ക് ചെയ്യേണ്ട അതിലാണ്. എങ്ങനെ ഡൈനാമിക്സ് കൊടുക്കാം, എങ്ങനെ എക്സ്പ്രഷൻസ് കൊടുക്കാം, പുതിയ പുതിയ സോങ്സ് ട്രൈ ചെയ്യണം, ഒരുപാട് കേൾക്കണം. ലിസണിങ് ഭയങ്കര ആവശ്യമാണ് നമുക്ക് സിംഗേഴ്സിന്. ഓരോ പുതിയ കാര്യങ്ങൾ കേൾക്കുന്നതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ അടുത്ത റൗണ്ട് അഭിനവ് വേറെ സോങ്സ് ഒക്കെ കൊണ്ടുവരണം. അഭിനവിന്റെ ടാലന്റ് പ്രൂവ് ചെയ്യേണ്ട ഹൈ ടൈം ആയി. വേറെ 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 പാട്ടിലൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഡീറ്റെയിൽസ് ഒക്കെ ശരത്തേട്ടൻ പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക, എന്തൊക്കെയുണ്ട് അഭിനവേ വിശേഷങ്ങൾ? സുഖം സർ. സന്തോഷമായല്ലോ അല്ലേ? അഭിനവ് അടിപൊളി സിംഗറാണ്. താങ്ക് യു സർ. ഓക്കെ, ആകെ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സ്ഥിരം സഞ്ചരിക്കുന്ന റൂട്ടിൽ കൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഇത് മാത്രം. അഭിനവിന് ഇനി മുഹമ്മദ് റഫീ സാബ് റൗണ്ട് ഉണ്ടോ? ഉണ്ടല്ലോ. ഞങ്ങളെല്ലാവരും ആ ഒരു റൗണ്ടിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. പാട്ടിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റണം. ഇപ്പൊ ഈവൻ ഈ സോങ് ഇപ്പൊ ഹരി ഇതിന്റെ പ്ലാൻസ് പാടിയില്ലേ ഇപ്പൊ ഇവിടുന്ന്, അത് പ്ലാൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അത് ആ സോങ്ങിന്റെ പാർട്ട് ഓഫ് ദ സോങ് ഒഴുകി അങ്ങ് പോവാണ് ചെയ്യുന്നത്. പിന്നെ അഭിനവ് പാടുമ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു സ്ട്രെസ് വരുന്നുണ്ട്. അത് വരാതെ നോക്കണം കേട്ടോ. നീ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിക്കോ. എക്സ്പ്രസീവ് ആയിക്കോ, നീ നല്ല രീതി എക്സ്പ്രസീവ്. ഈ സോങ് എന്താണ് പറയാൻ ഉദ്ദേശിക്കണേ അത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ അഭിനവിന് തന്നെ മനസ്സിലാവും ഇത് മാറി എന്നുള്ളത്. അതെ, അഭിനവ് സംസാരിക്കുമ്പോ അമ്മയോട് സംസാരിക്കുമ്പോ അമ്മ എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭയങ്കര വിശക്കുന്നു എന്നല്ലേ പറയുന്നു. അമ്മേ എനിക്ക് വിശക്കുന്നു, എനിക്ക് ഫുഡ് താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പ്ലേറ്റ് എടുത്തിട്ട് അടിക്കും നിന്നെ. അപ്പൊ അതിനും ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അതുപോലെ പാട്ടിന് മോനെ. പിന്നെ ആകാരം, അത് നമ്മൾ മറ്റു ലാംഗ്വേജുകളുടെ ഡിക്ഷൻ വരെ നമ്മളിവിടെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം മലയാളത്തിൽ തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതൊന്നുമില്ല, വർക്ക് ചെയ്താൽ മതി കേട്ടോ. സിമ്പിൾ കാര്യങ്ങളാണ്. ദ തിങ് ഈസ് നീ ഒരു ഉഗ്രൻ സിംഗറാണ്, അതിൽ യാതൊരു തർക്കവും ഡൗട്ടും ഇല്ല അതിൽ. പക്ഷെ യു ഹാവ് ടു വർക്ക് സം മോർ. മറ്റു ഏരിയയിൽ സിംഗിങ് ഇസ് ദയർ, പക്ഷെ ഈ എക്സ്പ്രഷൻസ് ഫീൽ കൊടുക്കുക, ഡൈനാമിക്സ്, അതിലൊക്കെയാണ് നമ്മൾ ഇനി വർക്ക് ചെയ്യേണ്ടത് കേട്ടോ. സെലക്ഷൻ മോനെ കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. അബേ, അങ്ങനെ ഡെഡിക്കേഷൻ റൗണ്ട് കഴിഞ്ഞു. എന്താ ചേച്ചിയുടെ പേര്? രാജി. രാജി. ഓക്കെ, രാജി വേഗം ഫ്ലോറിൽ വരണം ഇല്ലേ ശരത് സാർ? നമുക്ക് കാണണം. അഭിപ്രായങ്ങളൊക്കെ പറയൂ ആള്. ഓരോ എന്തൊക്കെയാ പറയാ ഇപ്പൊ ഇത്രയും ഇവന്റെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട്? അവൻ ഡാൻസ് ചെയ്ത് പാടുന്നതൊക്കെ കാണാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഡാൻസ് ചെയ്യുന്നൊക്കെ പറയും അവനോട്. ഡാൻസ് പെർഫോമൻസ് ചെയ്യാറുന്നില്ലേ? അത് നിനക്ക് അങ്ങനെ എന്തൊക്കെ ചെയ്യാം എന്റെ പൊന്നഭിനവേ. പിന്നെ ഇപ്പൊ ചേച്ചിയെ ഹാപ്പി ആക്കാൻ വേണ്ടി ഡാൻസ് ചെയ്യുന്ന ഒരു സംഭവം ചെയ്യാറുണ്ടല്ലോ. വേൽമുരുകൊക്കെ എന്തായാലും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ടു. മിക്കവാറും ടെലികാസ്റ്റ് ആകുമ്പോ ചേച്ചിയുടെ നിനക്ക് കിട്ടും.
ഓക്കെ, നമുക്ക് മാർക്ക് വെക്കാം. ശരത് സർ. മോനെ 7.5 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. കോളാമ്പി ഒന്നിച്ച് കൊണ്ട് ഓക്കെ, അപ്പോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ സൂപ്പർ സ്റ്റാർ വിന്നേഴ്സ് ലഭിക്കാൻ 3 സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്തതായി ഗോൾഡൻ വോയിസ് റൗണ്ടിൽ ലതാജിയുടെ സോങ് ആയിട്ട് വരുന്നത് സർഗ കുട്ടിയാണ്. സോ ലെറ്റ്സ് വെൽക്കം സർഗ.
ഷാനിക, എന്തോ ഭയങ്കര ഒരു ഗ്രേസ്ഫുൾ പെർഫോമൻസ്. എന്ത് തോന്നി പാടിക്കഴിഞ്ഞ്? കുഴപ്പമില്ല. കുഴപ്പമില്ല. ശരത് സർ. മക്കളെ ഉഗ്രൻ സെലക്ഷൻ, താങ്ക് യു സാർ. അസാധ്യ പാട്ട്. കാര്യം ഇതിന്റെ കമ്പോസർ ആരാന്നറിയാമോ? അറിയാം, R.D. ബർമൻ സാർ. ഈ RDയുടെ ഒന്ന് വലുതാക്കി പറയാമോ? അയ്യോ അതറിയില്ല. R.D. ബർമൻ സാർ. രാഹുൽ ദേവ് ബർമൻ. അപ്പം എനിക്ക് മോളെ ഇതിനകത്ത് തോന്നിയത്, ഒരു മോള് പാടിയിട്ട് ഒന്നും ഒരു സുഖമായിട്ട് മക്കൾക്ക് തന്നെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഉള്ള കാര്യമാണ് തുറന്ന് പറയുന്നത്. ഇപ്പോൾ ഏതൊരു ചെറിയൊരു ഫ്രേസ് ആണെങ്കിൽ പോലും അതിലൊരു സുഖമുണ്ട്. ആ ഒരു സുഖത്തിൻ്റെ എലിമെൻ്റ് അതിലേക്ക് മോള് കയറിയിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല മോളെ, എനിക്ക് കിട്ടിയിട്ടില്ല. മോളിങ്ങനല്ല സത്യത്തിൽ. മോളെ ഒരു യഥാർത്ഥമായിട്ടുള്ള ആ സർഗ അല്ല ഇന്ന് ഉണ്ടായിരുന്നത്. സർഗയുടെ സിറോക്സ് കോപ്പിയാണ്. അത് മഷിയൊക്കെ പോയ ഏതോ സ്ഥലത്ത് നിന്ന് സിറോക്സ് എടുത്തത്. ഒന്നാമത് ആ ആലാപ്പ് തുടങ്ങുന്നത് ചെറിയ ഗാന്ധാരത്തിലേന്ന് ഒരു സ്മൂത്ത് ഗ്ലൈഡാണ് വലിയ ഗാന്ധാരത്തിലേക്ക്. ആ മോൾ അവിടെ ചേർന്നിട്ടേ ഇല്ല. മോള് ചേരുന്നു എന്ന് കാണിച്ചത് ഉടനെ ചേർന്നിട്ടില്ല. ആ ഗാന്ധാരത്തിൽ നിന്ന് ഋഷഭം വഴിയാണ് ഇങ്ങോട്ട് ആ താഴേക്കുള്ള ഗ്ലൈഡ് ഉള്ളത്. അപ്പോൾ അത് വല്ലാത്ത സുഖമാണ്. അങ്ങനെ ഒരു ആലാപ്പ് ഒരാളുടെ തലേ വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഭീകരനായിരിക്കണം അദ്ദേഹം. അപ്പോൾ അത് മോള് കൃത്യമായിട്ട് പാടണ്ടേ. അതിങ്ങോട്ട് വന്നില്ലടാ, ഇവിടെ വന്ന് കയറണ്ടേ നെഞ്ചത്ത് നമ്മൾ പാടുന്ന എന്താണെങ്കിലും. മോൾ ഉഗ്രം പാട്ടുകാരിയാണ്. ഒരു കൺട്രോൾ ഇല്ലായ്മ തോന്നി മോളെ. അത് ടെൻഷൻ ഉണ്ടായിരുന്നോ സർഗയ്ക്ക്? ഇല്ല, ടെൻഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്താ പാടിയപ്പം വോയിസ് ഡ്രൈ ആയി, കുറച്ച് ഷിവറിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു മോടെ കൺട്രോളിലേ അല്ലായിരുന്നു ഇന്ന്. ഒന്നാമതൊരു മിഡും ഒക്കെ ഒരു ഷേക്കി ആയിരുന്നു വല്ലാണ്ട്. ഞാൻ അതാ മോളെ ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ അത് മോള് ശരിയാക്കിയേ പറ്റത്തുള്ളൂ. ആ ബാത്ത് പുരാനി ഹേ അന്ന് പാടാമോ? ഇപ്പം തന്നെ വേണ്ട, അങ്ങ് എത്തുന്നില്ല മോള്. അതാണ് അതിന്റെ ലൈഫ്. അവിടെ എത്തിച്ചില്ലെങ്കിൽ ഗുഡ്. മോളെ ആ ഓ കൂടെ ചേരുന്നില്ല എൻ്റെ. അതൊരു കോൺഫിഡൻസ് സ്റ്റാർട്ടായിരിക്കണം. അത് ഏക്കൊക്കെ മോടെ കയ്യിൽ നിന്ന് പോയി. അടുത്ത അബ് അത് തുടങ്ങി, അതും പോയി. ഞാൻ ഈ പറയുന്നൊക്കെ മോക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ. ജാത്ത ഏക്ക് ദിലാസ അതിപ്പോ അനുപല്ലവി. അത് കഴിഞ്ഞിട്ടുള്ള ഓ ഒന്ന് പാടാമോ നമുക്ക്? മോളെ കേട്ടി അതിപ്പോ മായിലോട്ട് പോയി. ആ ഗായല് നിക്കട്ടെ. അതൊക്കെ എന്ത് രസമാണ്. ആ ഒരു തീതരി എന്നുള്ളത് തന്നെ എന്ത് രസമാണ് കേൾക്കാൻ. അപ്പോൾ അത് മോളെ ഇത് കൃത്യമായിക്കോണം. അത് നമുക്കൊരു ധാരണ വേണം ഇന്നതൊക്കെയാ പാടുന്നതെന്ന്. ഈ ഓരോ നോട്ടിനും അതിൻ്റെതായിട്ടുള്ള സ്ഥാനമില്ലേ. അപ്പോൾ അത് മോള് കൃത്യം ഇവിടുന്ന് അങ്ങോട്ട് ഗ്ലൈഡ് ചെയ്ത് ആ വലിയ ഗാന്ധാരത്തിലേക്ക് വരുമ്പോൾ വേറൊരു ഫീലാണ്. പിന്നെ ആ ഋഷഭം വഴി ഇങ്ങോട്ട് ആ ഗ്ലൈഡ് അത് മോള് മനസ്സിലാക്കിയിട്ടല്ലേ പാടണ്ടേ. അത് വരാതിരും കുഞ്ഞിനെ അറിയാം, പക്ഷെ പാടാൻ പറ്റിയില്ലയോ? പറ്റിയില്ല. കാരണം നല്ല പാട്ട് മോളെ അത്ര ബോറായെന്നല്ല പറയുന്ന കേട്ടോ. ആ ഒരു തരൻ്റെ ഫീല് നമുക്ക് കിട്ടിയില്ല കുഞ്ഞ് കേട്ടോ. അത് കേൾക്കുമ്പോൾ കിട്ടേണ്ട ഒരു ഞങ്ങൾക്കൊക്കെ നമ്മുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, ആ സന്തോഷം കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. മോള് ഉഗ്രം പാട്ടുകാരിയാണ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക, ഈ പാട്ട് പടത്തിലുണ്ടോ? ഉണ്ട്. ഓക്കെ. പക്ഷേ കൂടുതലും നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നത് കിഷോർദയുടെ വേർഷനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിരിക്കുന്നത്. അത് മോസ്റ്റ് പോപ്പുലർ മോർ ദൻ ദിസ്. ലതാജിയുടെ തന്നെ ഒറിജിനൽസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എൻറ്റയർ മൂഡ് ഷിഫ്റ്റ് ചെയ്യുന്ന പാട്ടുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇന്ന് സർഗ ഈ പാട്ട് പാടണ്ടായിരുന്നു എന്ന് എനിക്കൊരു തോന്നൽ. ഇന്ന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ?
പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വന്നപ്പോ എന്തോ തൊണ്ട ഡ്രൈ ആയിപ്പോയി. തൊണ്ട ഡ്രൈ ആയിപ്പോയി. ഓക്കെ, ഇത് ഫുൾ ലൂബ്രിക്കേഷനിൽ പാടേണ്ട ഒരു പാട്ടാണിത്. കാരണം ഈ പറഞ്ഞ ഫസ്റ്റ് ഹമ്മിങ് അത് ഫസ്റ്റ് വരുന്നുണ്ട്, ചരണത്തിൽ വരുന്നുണ്ട്, ടെയിൽ എൻഡിൽ വരുന്നുണ്ട്. 3 സ്ഥലവും അങ്ങോട്ട് ക്ലീൻ ആയില്ല മോളെ. കാരണം ആ ഗ്ലൈഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ അത് പോയി, അതിൻ്റെ ബ്യൂട്ടി നമുക്ക് നഷ്ടപ്പെട്ടു. സാധാരണ സർഗ് വന്നു കഴിഞ്ഞാൽ വളരെ പ്ലസൻ്റ് ആയിട്ട് പാട്ട് പുട്ടുപോലെ പാടിയിട്ട് പോകുന്ന ഒരാളാണ്. ഇന്ന് ഇത് കേൾക്കുന്ന നമുക്ക് പോലും ഒരു സ്ട്രെയിൻ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ഡിക്ഷനൊക്കെ 2-3 സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ഝൂട്ട, പിന്നെ ബിച്ചിടെ, അതുപോലെ ഘുങ്കുരു ഒക്കെ അങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യേണ്ടത്. പക്ഷേ സാധാരണ ഇപ്പോൾ നമ്മൾ ഡിക്ഷനിലേക്ക് വരുമ്പോൾ പാട്ട് കുറച്ചുകൂടെ നല്ലതായിരിക്കണം അല്ലേ? അപ്പം നമ്മൾ പറയും പാട്ട് അടിപൊളിയാണ്, പക്ഷെ മോളെ ഡിക്ഷൻ ഇങ്ങനെയാണ് എന്ന് പറയും. ഇത് പാട്ട് നമ്മളേക്ക് കണക്റ്റും ആയില്ല. അപ്പോൾ പിന്നെ ഡിക്ഷനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. സർഗ ഇങ്ങനല്ല പാടേണ്ടത് കേട്ടാ. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിലും അടിപൊളിയായിട്ട് പാടണം. ഓക്കെ, അത്രേ ഉള്ളൂ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. സർഗ എന്തോ കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് ആവായിരുന്നു എന്നാണ് എൻ്റെ ഇത്. പിന്നെ ഇന്നത്തെ ഡേ മേ ബി സർഗയ്ക്ക് അത്ര ഫേവറബിൾ ആയിട്ടുള്ളൊരു ഡേ അല്ല. ഒരുപാട് എന്താ പറയുക ഡൈനാമിക്സും പിന്നെ കുറച്ച് ഫ്രീ ആയിട്ട് പാടേണ്ട ഒരു പാട്ടാണ്. ടെൻഷനോ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് പാടാനും ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചുകൂടി സിമ്പിൾ സോങ്സ് ഉണ്ട് ലതാജിയുടെ തന്നെ. ഇപ്പോൾ ഇത് സിമ്പിളാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും, ബട്ട് ഇറ്റ്സ് ഡിഫിക്കൾട്ട്. കുറച്ച് പ്രയാസമുള്ള പാട്ടാണ് ഇതിൻ്റെ സ്കെയിലാണെങ്കിലും. അപ്പോൾ ചോയ്സ് ബെറ്റർ ആക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മളിങ്ങനത്തെ റൗണ്ട്സൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് സെലിബ്രേഷനോ അല്ലെങ്കിൽ ലതാജിയുടെ അങ്ങനത്തെ ഒരുപാട് സോങ്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ചൂസ് ചെയ്യായിരുന്നു എന്ന് തോന്നി. എനിവേസ് നെക്സ്റ്റ് ടൈം കുറച്ചും കൂടി നിങ്ങളെല്ലാവരും സെലക്ഷനിൽ നിങ്ങളുടെ ആപ്റ്റ് ഒരു സെലക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പകുതി മാർക്ക് അവിടെ വീണ് കഴിഞ്ഞു. സോ കുറച്ചും കൂടി ഒന്ന് പ്രിപ്പയർഡ് ആവണം എല്ലാവരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. സർഗ എന്തോ കുഴപ്പമില്ല, ചോദിക്കാം, മാർക്സ് ചോദിക്കാം. ശരത് സർ. 7 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇതൊക്കെ അടുത്ത തവണത്തേക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്തത് നമ്മളൊരു ഡെഡിക്കേഷൻ റൗണ്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഏത് പാട്ടെന്നൊക്കെ നമുക്ക് വന്നിട്ടറിയാം. ഓക്കെ, പാടാൻ വരുന്നു തീർത്ത. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം തീർത്ത. ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേഷൻ എന്ന ഈ സോങ്? ഇത് ഗിരീഷ് സാറാണ്. എനിക്ക് ഇതിനു മുന്നേ ഇവിടെ വരുന്നതിൻ്റെ മുന്നേ ഞാൻ കുറേ പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ക്യാമറേനി ലൈറ്റ്സിനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എന്താ മക്കളെ അത് കടിക്കുവോ പിടിച്ച്? എന്നിട്ട് ഭയങ്കര പേടിയായിരുന്നു, ടെൻഷൻ. അപ്പോ സാറാണ് എനിക്കിതൊക്കെ മാറ്റി തന്ന്. എങ്ങനെ എന്തൊക്കെയാണ് ടിപ്സ് ആൻഡ് ട്രിക്സ്? അതെ, നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. സാർ എങ്ങനെയായിരുന്നു ആ പേടി മാറ്റിയത് തീർത്തേടെ? എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിലെ ഒരു ഗണിത അധ്യാപകനാണ്. കോട്ടോപ്പാടം കല്ലടി അബ്ദുവാജി ഹൈസ്കൂൾ, അവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. തീർത്തേനെ ഞാൻ 4 വർഷം മുന്നേ ഒരു 9 വയസ്സ് പ്രായത്തിലാണ് കാണുന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ മോളാണ്. അപ്പോൾ മറ്റൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് അവൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് പാതി വഴിയിൽ അവൾ വെള്ളം ഇറക്കുകയും അല്ലെങ്കിൽ ലൈറ്റിനെയൊക്കെ കാണുമ്പോൾ ഒരു പേടി അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ കഴിഞ്ഞൊരു 10 വർഷത്തോളമായിട്ട് സൈക്കോളജിയുടെ ഒരു പഠിതാവാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓഹോ, എൻ്റെ മകളും സൈക്കോളജിയാണ് പഠിക്കുന്നത്. അവള് അവിടുത്തെ ടോപ്പറാണ്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന പേടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മനോധൈര്യം, അതിൻ്റെ കുറവ്, അങ്ങനെ സെൽഫ് എസ്റ്റീം കുറവ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവർക്കാവുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഗണിത അധ്യാപകനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. തീർത്ഥക്കുട്ടീനെ അങ്ങനെ സഹായിക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു നിയോഗമായി കാണുന്നു. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വേദിയിൽ അവളുടെ ഒരു എന്താ പറയാ ക്ഷണിതാവായിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ കിട്ടിയത്. പ്രത്യേകിച്ച് ഒരു കണക്ക് മാഷ്ക്ക് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി പാട്ടിനെ കുറിച്ച് ചോദിക്കാം. ഹരിച്ചേട്ടാ. തീർത്ഥ ആസ് യൂഷ്വൽ പൊളിച്ചു. താങ്ക് യു സർ. നല്ല സോങ് ചോയ്സ്, നല്ല സെലക്ഷൻ. ലൈക്ക് തീർത്ഥയ്ക്ക് പറ്റിയൊരു സോങ് ആയിരുന്നു. നല്ല രസമായിട്ട് പാടി, നല്ല ഇമോഷൻ, കറക്റ്റ് ലിറിക്സ്, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി തീർത്ഥയുടെ ഇന്നത്തെ പെർഫോമൻസ്. എനിക്ക് ആകെ തീർത്ഥയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നിയ ഒരൊറ്റ കാര്യം, ഒരു ചെറിയ ഷിവറിങ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ടേം എഴുതി വെച്ചിരിക്കുന്നത്.
ലൈക്ക് സസ്റ്റെയിൻ നോട്ട്സ് പാടുന്ന സമയത്ത് ആ ഒരു ഹമ്മിങ് ഇല്ല ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു ആലാപ്പ്, അതൊന്ന് പാടാവോ? മോളെ വെറുതെ സാ പാടിക്കേ. സാ ഓരോ നോട്ട്സ് ആയിട്ടൊന്ന് പാടാവോ? റേ ഗ ഷിവർ ചെയ്യാതെ ഒന്ന് സ്ട്രെയിറ്റ് നോട്ടായിട്ടൊന്ന് പിടിച്ചു നോക്കിയേ. നെക്സ്റ്റ് നോട്ട് നെക്സ്റ്റ് നോട്ട് ഓരോ നോട്ടായിട്ട് പാടിക്കോ. കണ്ട, അതിലൊന്ന് വർക്ക് ചെയ്യണം കേട്ടോ. ഈ സ്ട്രെയിറ്റ് നോട്ട്സ് നമ്മൾ മേ ബി കോൺഷ്യസ് ആവുന്നതുകൊണ്ടും ചെറിയൊരു ഉള്ളിലൊരു സ്ട്രെസ് ഉള്ളതുകൊണ്ടാണ് ഈ ഷിവർ ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്രാജ്വലി നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ. ഉടനെ വേണമെന്നില്ല, എന്നാലും അത് ഒന്ന് ട്രൈ ചെയ്യണം. ഇപ്പം ഇങ്ങനത്തെ സസ്റ്റെയിൻ നോട്ട്സൊക്കെ പാടുമ്പോൾ അതൊരു സുഖം വരണമെന്നുണ്ടെങ്കിൽ അത് വിത്തൗട്ട് എനി ഷിവർ അല്ലെങ്കിൽ അതിലൊരു ഒരുപാട് വിബ്രാറ്റോസ് ഒന്നും ഇല്ലാതെ വന്നാൽ അത്ര നല്ലതായിരിക്കും. ഇപ്പം അവിടെ താരാ ഈ സാധനം വരുമ്പം താരാ രേ 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 ചെറിയ വിബ്രാറ്റോ മതി. ആ ഫീൽ അങ്ങ് കളയും. സോ അതിലാണ് തീർത്തും ഇനി വർക്ക് ചെയ്യേണ്ടത്. ആ സസ്റ്റെയിൻ നോട്ട്സ് കഴിയുന്നതും പ്ലെയിൻ ആയിട്ട് തന്നെ. ഇപ്പോൾ ഇറങ്ങുന്ന സോങ്സിലൊന്നും ഒരുപാട് വിബ്രാറ്റോസ് ഇല്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ആവശ്യമുള്ള വിബ്രാറ്റോസ് കൊടുത്താൽ മതി നമ്മൾ. ഈവൻ ഈ സോങ്ങിൽ ശ്രേയാജി അങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സ്ട്രൈറ്റ് നോട്ട്സ് ആയിട്ട് തന്നെ പാടാൻ നോക്കണം കേട്ടോ. അല്ലാതെ ഇറ്റ് വാസ് ടു ഗുഡ്. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, ഒരു പിച്ച് ഔട്ടോ അല്ലെങ്കിൽ ഇവിടെ ബെറ്റർ ആക്കാമായിരുന്നെന്നോ അങ്ങനൊന്നും ഇല്ല. ക്ലീൻ ആയിട്ട് പാടി നല്ല വളരെ ശ്രദ്ധയോടെ നന്നായിട്ട് ഈ 2 റൗണ്ട്സും തീർത്ത സ്കോർ ചെയ്തു. വെരി ഗുഡ്, സൂപ്പർ. താങ്ക് യു ഹെൽ ചേട്ടാ. ഷാനിക്ക, അല്ലെങ്കിൽ തീർത്ഥം ഇനിയിപ്പോ എങ്ങനെ പാടിയാലും കുഴപ്പമില്ലല്ലോ. അതെ, ഗോൾഡൻ മൈക്ക് കിട്ടിയല്ലോ. ഇപ്പം എലിമിനേറ്റ് ആവോ എന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഒട്ടും ടെൻഷൻ വേണ്ടായിരുന്നു. അതെ, പക്ഷെ അങ്ങനെയല്ലല്ലോ. അതെ, എന്നാലും വേണമല്ലോ ഒരു ഷിവർ. അല്ല ഷാനെ, ഇന്ന് ആകപ്പാടെ മോക്കുള്ള ടെൻഷൻ സാറിരിക്കുന്നു എന്നുള്ളതായിരുന്നു. അതെ, സാറിന്റെ സൈഡിൽ നിന്ന് പാടുന്നു എന്നുള്ള ഒരു ടെൻഷൻ. പേടി മാറ്റിയ സാർ. മോളെ അസലായിട്ട് പാടി കേട്ടോ. എനിക്ക് ജസ്റ്റ് അനുപല്ലവിയുടെ ഫസ്റ്റ് 2 ലൈൻ ഒന്ന് പാടിത്തരാം. ഇറ്റ്സ് നൈസ്. നേരത്തെ പാടിയപ്പോൾ എന്തോ എനിക്ക്, കാരണം അതുവരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇല്ല, തോന്നിയതായിരിക്കും ചിലപ്പം. അതുപോലെ മോളെ ചരണത്തിന്റെ ഇത് എന്താ അത് തെറ്റായിട്ട് വെച്ചത് പാർത്തിങ്കളോ മോളെ, എന്താ വാതിലുകൾ തുറന്നു. വാതിലുകൾ. ഓക്കെ, അപ്പൊ എഴുതിയാക്കുന്നത് ലാ ഇല്ല, വാതികൾ. ആ 2 ലൈൻ കൂടി പാടി. എനിക്ക് വാതിലുകൾ തുറന്നടയ്ക്കും, അതൊന്ന് കേൾക്കാൻ വേണ്ടി. തുറന്നടയും കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം മോളെ. വാതിലുകൾ തുറന്നടയും ബ്യൂട്ടിഫുൾ. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ തീർച്ചയായും എപ്പോഴും കാണുന്ന ഒരു കംപ്രസ്ഡ് സിംഗിങ് ഉണ്ട്. നമുക്ക് ഇനി ഇടയ്ക്ക് ഒന്ന് തുറക്കുന്ന പാട്ടുകളൊക്കെ ആവാം. അതെ, കറക്റ്റ് അല്ലേ? കുറച്ചും കൂടി ഓപ്പൺ സിംഗിങ് കൊണ്ടുവന്ന, ഇങ്ങനെ ഒതുക്കി വെച്ച് പാടാതെ വളരെ ഒരു ത്രോട്ട്, ഒരു ഓപ്പൺ ത്രോട്ടിൽ സാധനം ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ കുറച്ച് ഓപ്പൺ ചെയ്യാം. ഈവൻ എക്സ്പ്രസീവ് വൈസ് ആണെങ്കിൽ ഇങ്ങനെ അപ്പോൾ അവിടെ അടയ്ക്കാണ് ചെയ്യുന്നത്. അവിടെ യു ആർ ലെറ്റിംഗ് ഇറ്റ് ഔട്ട് അല്ലേ? ആ ഒരു ഫീല് നമുക്ക് കൊണ്ടുവരണം. അതർവൈസ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ്. താങ്ക് യു ഷാനിക്ക. ശരത് സാർ. ഹായ് മോളെ. ഹായ് സർ. ബ്യൂട്ടിഫുൾ.
താങ്ക് യു സർ. നല്ല സുഖമുണ്ടായിരുന്നു മോള് പാടി. താങ്ക് യു സർ. അതേപോലെ നീ ചില സംഗതികൾ പാടുന്നതും ഒക്കെ കേൾക്കാൻ നല്ല സുഖമാണ്. ഇങ്ങനെ തന്നെ മോള് മുമ്പോട്ട് പോവുക. പക്ഷെ ഇത് കുറച്ചും കൂടെ തുറന്ന് പാടുന്ന പാട്ടുകൾ എടുത്തു കൊണ്ടുവന്ന് അലക്കണം കേട്ടോ, ധൈര്യമായിട്ട്. ബാക്കിയൊക്കെ എനിക്ക് മോളെ ഇത് ഈ വാതിലുകൾ, രണ്ടാമത്തെ വാതിൽ കറക്റ്റായിട്ട് അടച്ചില്ല, കൊതുക് കയറും. ഒന്ന് പാടാമോ? ആ മോളെ ആ സംഗതി എങ്ങനെയാണോ, വാന്നാണോ അതോ വാതിലുകൾ? ഫസ്റ്റ് പിന്നെ അല്ലേ, പിന്നെ പ്രതി. അല്ല പിന്നെ വാതിലു ആ ഇപ്പൊ ഏതാണ് ഇപ്പൊ എനിക്ക് തുറന്ന് ഇട്ടേക്കുന്ന വാതില്? ലാസ്റ്റ്. ആ അല്ല മോളെ, ഈ ഫസ്റ്റ് പല്ലവിയുടെ വാതിൽ. വാതിലുകൾ അതിനൊരു ക്ലാരിറ്റി മോളെ. വാതിലുകൾ. ആ അത്രേ ഉള്ളൂ. പക്ഷെ നല്ല സുഖമുണ്ടായിരുന്നു മോള് പാടുന്നത്. ഈ വാതിലുകൾക്കുള്ള ഒരു കുഴപ്പം ഞാൻ പറയാം, മോളെ പിടിച്ചടച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് വിരലൊക്കെ ഇരുന്ന് ചാതയും. അതുകൊണ്ട് അതൊരു ഇച്ചിരി പതുക്കെ അടയ്ക്കുക. ആ മോള് പാടുന്ന സംഗതിയുടെ സ്പീഡുണ്ട്. നമ്മൾ കഴിഞ്ഞ പാട്ടിലും പറഞ്ഞിട്ടുണ്ട്, വെപ്രാളം പിടിച്ച് പാടി തീർക്കണ്ട. അതിനൊരു ക്ലാരിറ്റി അതേ കേൾക്കത്തുള്ളൂ. ആ സംഗതിയുടെ ഒരു സുഖം കിട്ടത്തില്ല കേട്ടോ. അപ്പം അത് ശരിയായിക്കൊള്ളാം. ബാക്കിയൊക്കെ മനോഹരമായി, ബ്യൂട്ടിഫുൾ ആയിരുന്നു മുത്തേ. താങ്ക് യു ശരത് സാർ. തീർത്ത അപ്പൊ നല്ല കമന്റ്സ് ആണ് അടുത്ത പാട്ടിനും കിട്ടി. നമുക്ക് മാർക്ക് ചോദിക്കാം. ഓക്കെ ശരത് സാർ, യെസ് മാർക്ക്. മക്കളെ കുഞ്ഞേ 9 മാർക്ക്. താങ്ക് യു സർ. അടിപൊളി. ഷാനിക്ക? ഓക്കെ, അപ്പൊ മാർക്കെല്ലാം സേഫ് ആണ്, അടിപൊളി മാർക്കാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായിട്ടും ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഗുഡ് നൈറ്റ് ഗൈസ്. Good night, ഗുഡ് yeah. നൈറ്റ്.